ഇത് ഡെഡ് സെറ്റാണ്, നോട്ട് 8 Pro. ഇത് കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബാറ്ററീൻ്റെ സിമ്പിൾ വന്നിട്ട് പോകും. ഈ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഇടയിൽ വേറെ ആർക്കോ കിട്ടിയില്ല. ആർക്കാ കിട്ടിയ? ആരോ ഒരാൾ പോകണം. നീ അല്ല ഉണ്ടെന്നേ? റെഡ്മീൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. എന്താ ചെയ്തത്? ബാറ്ററി മാറി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സോൾവ് ആയി, അല്ലെങ്കിൽ ബാറ്ററി ബൂസ്റ്റ് ആക്കുന്ന സമയത്ത് തന്നെ അത് സോൾവ് ആയി. ഇത് ബാറ്ററി മാറി നോക്കി, DC നോക്കി, ചാർജിങ് നോക്കി, ഒന്നിലും എന്ത് ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെയാണ് കംപ്ലൈൻറ്റ്. ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബാറ്ററീൻ്റെ സിമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററീൻ്റെ അകത്തൊന്നുമില്ല, ബ്ലിങ്ങിങ് ലോഗോ എന്ന് പറയുന്നത്, ജസ്റ്റ് ബ്ലിങ് ചെയ്തിട്ട് പോകുന്നത്. ഇതാണ് കംപ്ലൈൻറ്റ്. നമ്മളിത് ചെക്ക് ചെയ്യും. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞ്, ബാറ്ററി മാറി നോക്കി, DC ചെക്ക് ചെയ്ത് നോക്കി, ചാർജ് കണക്ട് ചെയ്ത്, ബാറ്ററി മാറുമ്പോൾ തന്നെ പിന്നെ ഓൾട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. DC ഇതേ കംപ്ലൈൻറ്റ്. എന്താ ചെയ്യേണ്ടത്? ബാറ്ററി കണക്ടർ നോക്കണം. ബാറ്ററി കണക്ടറിൽ ആയിരിക്കും ഇഷ്യൂ ഉണ്ടാവും. ഇതിൽ ഷോർട്ട് ഇല്ല, ലീക്കേജ് ഇല്ല, ഒന്നുമില്ല. ബാറ്ററീൻ്റെ സെൻസിങ് ചെക്ക് ചെയ്യണം. ഇതാണ് ബാറ്ററി സെൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാ കൊടുത്തിട്ടുള്ള ബാറ്റ് എന്നൊരു ലൈന് എവിടെ പോകുന്നുണ്ട്? ചാർജിങ് IC പോകുന്നുണ്ട്. ബാറ്റ് ഗ്രൗണ്ട് അല്ല, ഗ്രൗണ്ടിൽ നിന്ന് ഒരു കണക്ഷൻ എവിടെ പോകുന്നുണ്ട്? IC-ലോട്ട് പോകണം. ഈ രണ്ട് കണക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ബാറ്റ് സെൻസ്. ഈ സെൻസിങ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ബാറ്ററി ലോഗോ വന്നിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ങിങ് ലോഗോ ജസ്റ്റ് ബ്ലിങ് ആയിട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ചില മോഡൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡീബഗ് മോഡുന്ന് എഴുതിയിട്ട് വരും. കണ്ടില്ല? ഡീബഗ് മോഡ്. ഇപ്പോൾ ഇത് പഴയ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാവും ഡീബഗ് മോഡ്. ഇപ്പം നമ്മളെ കംപ്ലൈൻറ്റ് എന്താ? ബ്ലിങ്ങിങ് ലോഗോ, ബാറ്ററിൻ്റെ സിമ്പിൾ വന്നിട്ട് പോകും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സൊല്യൂഷൻ എന്തെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളത് നമുക്ക് പഠിക്കണം. ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് 2 ടൈപ്പ് സർക്യൂട്ട് ഉണ്ടാവും. നമ്മൾ ഈ ഒരു സാധനം പഠിച്ച ഓർമ്മ ഉണ്ടാവും. ചാർജിങ്ങിൽ ഇത് പഠിച്ച ഓർമ്മ ഉണ്ടോ? ഇവിടെ ചാർജിങ്ങിൻ്റെ ഔട്ടിൽ റെസിസ്റ്റർ കൊടുത്തിട്ട് കണ്ട? എന്ത് റെസിസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്? ഈ റെസിസ്റ്ററിന്റെ പേരെന്താ? ഫ്യൂൽ ഗേജ് IC-ന്റെ പേരാ. മേലെ കൊടുത്തിട്ടുള്ള റെസിസ്റ്ററിന്റെ പേരെന്താ? എത്ര ടൈപ്പ് റെസിസ്റ്റർ ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതെല്ലാം? ഒന്ന് ഒച്ചത്തിൽ പറയാം. ഒന്ന് ചിപ്പ് റെസിസ്റ്റർ, നമ്മളെ നോർമൽ റെസിസ്റ്റർ എന്ന് പറയും. രണ്ടാമത് ഡെർമൽ റെസിസ്റ്റർ. മൂന്നാമത് കോഡ് സെൻസ് റെസിസ്റ്റർ. ആ കോഡ് സെൻസ് റെസിസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പോകുന്ന ട്രാക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. ഈ പോകുന്ന ട്രാക്കിൻ്റെ അകത്ത് ചാർജിങ് ഔട്ട് പോകുന്ന ട്രാക്കിൽ നിന്ന് ഒരു റെസിസ്റ്ററിൻ്റെ 2 ഭാഗത്തു നിന്നാണ് ഫ്യൂൽ ഗേജിലോട്ടുള്ള എന്ത് പോകുന്നുള്ളത്? സെൻസ് ചെയ്യാനുള്ള പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ എടുത്തിട്ടുള്ള സെറ്റ് സർക്യൂട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഫ്യൂൽ ഗേജ് IC. ഈ IC എല്ലാ മോഡലിൻ്റെ അകത്തും ഫോണിൽ ഉണ്ടാവില്ല. ചില മോഡലിൻ്റെ അകത്ത് എവിടെയാണ് ഉണ്ടാവും? പവർ IC-ൻ്റെ ഉള്ളിലുണ്ടാവും. ചില മോഡലിൻ്റെ അകത്ത് ചാർജിങ് IC-ൻ്റെ ഉള്ളിലുണ്ടാവും. ഏത് മോഡലാണ്? MediaTek എന്ന് പറയുന്നത് പവർ IC-ൻ്റെ ഉള്ളിലും Qualcomm എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചാർജിങ് IC-ൻ്റെ ഉള്ളിലുമാണ് ഫ്യൂൽ ഗേജ് IC വരുന്നത്. എല്ലാ മോഡലും ഫ്യൂൽ ഗേജ് ഉണ്ട്. ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും എല്ലാത്തിലും ഫ്യൂൽ ഗേജ് ഉണ്ട്. അത് എവിടെയാണ് വരുന്ന ഒന്നല്ലെങ്കിൽ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. പുറത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ IC-ൻ്റെ ഇൻസൈഡ് ഉള്ളിൽ എന്തുണ്ടാവും? ഫ്യൂൽ ഗേജ് IC ഉണ്ടാവും. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളിത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാറ്ററി റിലേറ്റഡ് ആയിട്ട് വരുന്നുള്ള സെൻസിങ് വരുന്നുള്ളത് ഫ്യൂൽ ഗേജ് IC-ൻ്റെ ഉള്ളിലോട്ടാണ്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മോഡല് റെഡ്മി നോട്ട് 8 Pro.
അത് കോൾകോം ആണോ മീഡിയടെക് ആണോ? എന്താ? മീഡിയടെക്. അപ്പോൾ മീഡിയടെക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒന്നല്ല ഫ്യൂൽ ഗേജ് ഐ സി പുറത്ത് കാണണം, അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയടെക് ഐ സിന്റെ പവർ ഐ സിന്റെ ഉള്ളിലാണ് ഫ്യൂൽ ഗേജ് ഉള്ളത്. ഫ്യൂൽ ഗേജ് വരുന്നുള്ളത് പവർ ഐ സിന്റെ ഉള്ളിലാണ് ഫ്യൂൽ ഗേജ് വരുന്നത്. നമ്മുടെ സർക്യൂട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇതാ ബാറ്ററി കണക്ടർ. ബാറ്ററി കണക്ടറിൽ എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും, വേറെ എന്തുണ്ടാവും? ഒരു ഐ ഡി ലൈൻ ഉണ്ടാവും, പിന്നെ ഒരു തെർമൽ ലൈൻ ഉണ്ടാവും, TH എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന മോഡലിനുള്ളത് ഇതാണ്. പോസിറ്റീവ് വി ബാറ്റ് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, ഐ ഡി ലൈൻ ഉണ്ട്, തെർമൽ ലൈൻ ഉണ്ട്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഈ ഒരു കണക്ഷനും സെയിം ആണ്, ഈ ഒരു കണക്ഷനും സെയിം ആണ്, ഈ ഒരു കണക്ഷൻ സെയിം ആണ്, ഇത് സെയിം ആണ്. എങ്ങനെ? അല്ലല്ല, പുതിയ മോഡൽ വരുന്നതിൻ്റെ അകത്ത് 4 കണക്ഷൻ വരുന്ന മോഡൽ ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ വരും. ചില മോഡലിൻ്റെ അകത്ത് ഒരു സൈഡ് ഐ ഡി ഉണ്ടാവും, തെർമൽ ഉണ്ട്, ഇവിടെ ക്ലോക്കും ഡാറ്റ ഉണ്ടാവും. പുതിയ മോഡൽ നോർമൽ വരുന്ന മോഡലെല്ലാം ഇതേപോലെ വരുന്ന ഐ ഡി ഉണ്ടാവും, TH ഉണ്ടാവും, ഗ്രൗണ്ട് ഉണ്ടാവും, വി ബാറ്റ് ഉണ്ടാവും. നമ്മൾ ഷോർട്ട് ടേക്ക് ചെയ്യുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റാണ് നമ്മൾ ഷോർട്ട് ടേക്ക് ചെയ്യും അല്ല, അവിടെ നമ്മൾ സാധാരണ ടേക്ക് ചെയ്യും. പക്ഷെ ഈ ഒരു കേസിൽ ഫ്യൂൽ ഗേജ് വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഇതാ മീഡിയടെക്കാണ് സെറ്റ് നമ്മൾ പറഞ്ഞ്. മീഡിയടെക്കിലാകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫ്യൂൽ ഗേജ് എവിടെ ഉണ്ടാവും, പുറത്ത് കാണണം, അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ കാണും, പവർ ഐസിൻ്റെ ഉള്ളിൽ കാണും. ഇതാ വി ബാറ്റ് നേരെ ഇട വന്ന് നോക്കിയാൽ ചാർജിങ് ഐസിലൊക്കെ നിങ്ങൾ ഏത് കോൾകോമിൻ്റെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാലും വി ബാറ്റ് എപ്പം പോകുന്നത് ചാർജിങ് ഐസിയിലോട്ടാണ്. പക്ഷെ മീഡിയടെക്കിൻ്റെ സെറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വി ബാറ്റ് ചാർജിങ് ഐസിയിലോട്ട് മാത്രമല്ല പോകുന്നത്, പവർ ഐസിയിലോട്ട് പോകും, നെറ്റ്വർക്ക് ഐസിയിലോട്ട് പോകും, പിന്നെ 2-3 ഐസിയിലോട്ടും പോകും. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നിടം മാർക്ക് ചെയ്തിട്ടുണ്ട് വി ബാറ്റ് ADC. ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയും. ഈ സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂ വരും. ഏത് ഇഷ്യൂ? നമ്മളിപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് ബ്ലിങ്കിങ് ലോഗോ വന്നില്ലേ, ആ ഒരു ഇഷ്യൂ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആണെങ്കിലും വരും. പക്ഷേ എവിടെയെങ്കിലും ഫ്യൂൽ ഗേജ് കാണുന്നുണ്ടാക്കി, എവിടെയെങ്കിലും സെൻസിങ് ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ മോഡലിൽ കൊടുത്തിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. നേരെ വന്നിട്ട് കൊടുത്തിട്ടുള്ളത് എവിടെയാ നോക്കിയേ, ഗ്രൗണ്ടിലോട്ടായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, കോഡ് സെൻസർ റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ നോക്കിയ മോഡലിൻ്റെ അകത്ത് ഇത് കിടിയാ വന്നിട്ടുണ്ടായത്, ഈ ഒരു പാത്തിലായിരുന്നു കോഡ് സെൻസർ ഉണ്ടായത്. പക്ഷെ ഇതിൽ ഇപ്പം നോക്കുന്ന മോഡലിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടും വി പഠിക്കും. ചില ആളത് എടുത്തിട്ട് കളയും ചെയ്യും. ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞാൽ സാധനം എന്താ, റെസിസ്റ്റർ ആണ്. ഇത് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിൻ്റെ അകത്തു നിന്നാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, 2 സെൻസിങ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇപ്പോൾ കാണാം. ഇവിടെ നിന്നാണ് 2 ലൈന് നേരെ നമ്മുടെ എവിടെ പോകുന്നുള്ളത്, പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇതിലൊരു ലൈൻ ചാർജിങ്ങും കൂടി കണക്റ്റഡ് ആണ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ലൈന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ ഒരു ലൈന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ് ഈ പറയുന്ന കംപ്ലൈൻറ്റ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നോക്കണം, മനസ്സിലായല്ലോ. ബാറ്ററി കണക്ടറിൽ ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഇത് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ബാക്കിയുള്ളത് GR നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇത് GR നോക്കാൻ പറ്റില്ല, കാരണം ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാ, 0 സംതിങ് ആണ്. കാരണം ബീപ്പ് അടിക്കുന്ന രീതിയിലുള്ള റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബീപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ടുകൾ പോലെ കാണിക്കും. നേരെ മറിച്ചിട്ട് ഗ്രൗണ്ടും കൂടിയാണ്. അപ്പം നമ്മൾ ഇവിടെ GR ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഗ്രൗണ്ടായി കാണിക്കും, ഇപ്പുറത്തെ GR ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗ്രൗണ്ടായിട്ട് കാണിക്കും. ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? ഈ കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇതന്നെ കൺഫേം ആണ്, ഇതിന്റെ ഇഷ്യൂ ആണ്. ഈ 3 ലൈനിന്റെ ഇഷ്യൂ ആണ്. ഒന്നല്ലെങ്കിൽ ഇതായിരിക്കാം,
ഒന്നിൻ്റെ ഈ ലൈനായിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈനായിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഡാമേജ് ആയതായിരിക്കാം. കാരണം ഇത് കിടന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവില്ല. ആ യെസ്, നമ്മൾ പവർ ഐസി പൊക്കിയിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ടും എന്തുണ്ടാവും നോക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടാവും നോക്കണം. ഇത് കേസ് ചിലപ്പോൾ ഇങ്ങനെയാവാം, ചിലപ്പോൾ ഐസി ഡാമേജ് ആയതാവാം, ബോർഡ് ഡ്രൈ ആയതാവാം, ട്രാക്ക് ഓപ്പൺ ആയതാവാം. 3 ഇഷ്യൂ കൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിനെ സ്റ്റിമാറ്റിക്കിലോട്ട് പോയി നോക്കാം. നേരത്തെ ക്ലിയർ ആണല്ലോ റൂട്ട്? ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കംപ്ലൈൻറ്റ്, ഒന്ന് ബ്ലിങ്കിങ് ലോഗോ, രണ്ടാമത് ഡീബഗ് മോഡ്. ഈ പറയുന്ന 2 കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ആൻഡ്രോയിഡിൻ്റെ ഫോണിൽ വന്നു കഴിഞ്ഞാലും ഇഷ്യൂ തന്നെയാണ്, വേറെ ഒരിടത്തും പോകണം. മോഡൽ മാറുന്ന അനുസരിച്ചിട്ട് അത് ഇവിടെ ആവാം. ചില മോഡലിൻ്റെ അകത്ത് ഇങ്ങനെയാ കൊടുത്തിട്ടുണ്ടാവും, എല്ലാം ഒരേപോലെ കൊടുക്കത്തില്ലല്ലോ. ചില മോഡലിൻ്റെ അകത്തുനിന്ന് ഇടുന്നൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇടുന്നൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചാർജിങ് ഐ സിയിലോട്ടൊക്കെ ആണെങ്കിൽ ഇടുന്നിങ്ങനെ ചാർജിങ് ഐ സിയിലോട്ട് പോയിട്ടുണ്ടാവും, ഈ ലൈന് നേരെ ചാർജിങ് ഐ സിയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല, കോഡ് സെൻസർ റെസിസ്റ്റർ ഉണ്ടാവില്ല. പക്ഷേ ഈ മോഡലിൽ കോഡ് സെൻസർ റെസിസ്റ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് അതായിട്ട് ഉള്ളതിനുള്ളതും ആ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളതും നോക്കാം. ഇപ്പോൾ കൊടുത്തിട്ടുള്ള നെഗറ്റീവ് ലൈന്, ഇത് പോസിറ്റീവ് ലൈനിൽ ഇതേപോലെ വരും. ഞാൻ അതിൻ്റെ ഇതാണ് നേരത്തെ കാണിച്ചതാ. ഇത് പോസിറ്റീവ് ലൈനിലുള്ളതാണ്. ഈ പോകുന്ന ഔട്ടിറങ്ങി പോകുന്ന ട്രാക്കിൽ ആണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഒരു ഐ സെൻസും ഒരു ബാഡ് സെൻസും കൊടുത്തിട്ടുള്ളത്. ചാർജിങ് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ. ഇത് ഫ്യൂൽ കേജിലോട്ട് പോകും, ഫ്യൂൽ കേജ് നേരെ ഇവിടെ കൊണ്ടുപോകും, സി പി യുയിലോട്ടേക്ക് പോകും. സി പി യു ആണ് ഇയാളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബിറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിമാറ്റിക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇതിൽ കുറേ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ട് നോക്കിയതാ. ബാറ്ററി കണക്ടർ എടുത്തിട്ട് ബിറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. എത്ര കണക്ഷനാണുള്ള? വി ബാറ്റ് 1, 2 ഇതെല്ലാം വി ബാറ്റാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇത് ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നില്ല, കാരണം അത് ഗ്രൗണ്ടാണ്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിട്ട് നോക്കിയാൽ സി എസ് എൻ മാത്രമേ കൊടുത്തിട്ട്, വേറെ എന്താ എഴുതിയിട്ടുണ്ടോ? സെൻസിങ് ലൈനാണ് പറഞ്ഞത്, ചാർജിങ് സെൻസിങ് ലൈൻ. മനസ്സിലായോ? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഗ്രൗണ്ടാണ് അല്ലേ. ഇവിടെ ഗ്രൗണ്ടായിട്ട് മറക്കാതെ കാരണമാണ്, ഇവിടെയാണ് റെസിസ്റ്റർ കൊടുത്തിട്ട്. നമ്മൾ നേരത്തെ ബോർഡിൽ കോമൺ നെയിം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റെസിസ്റ്റർ, ബ്ലാക്ക് ആയിട്ടുള്ളത്. ഈ റെസിസ്റ്ററിന്റെ 2 ഭാഗത്തു നിന്നാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരെ വന്ന് ഇവിടെ കണക്ട് ആയി. പക്ഷെ ഇപ്പുറത്തെ ഭാഗം ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബീപ്പടിക്കും, ഇപ്പുറത്തും ബീപ്പടിക്കും. കാരണം ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ സാധനം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല, ഗ്രൗണ്ട് ഉണ്ടാവില്ല, സെറ്റ് ഓൺ ആവില്ല. ഇത് കണക്റ്റഡോട് കൂടിയാണ് ഗ്രൗണ്ട് എന്നാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ ബി ബാറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയനാണ് ഇത് പോകുന്നുള്ളതിനാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. കൊടുത്ത ട്രാക്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് പോകുന്ന ലൈൻ അവിടെ പോകുന്നുണ്ട് നോക്കിയാൽ. നേരെ പോകുന്ന പവർ ഐ സിൻ്റെ ഉള്ളിലോട്ടാണ്. പവർ ഐ സിയിലല്ലാണ്ട് ഇത് വേറെ പോകുന്നുണ്ട്, ചാർജിങ് ഐ സിയിലോട്ടും കൂടി പോകുന്നുണ്ട്. ചാർജിങ് ഐ സിയാണ്, ചാർജിങ് ഐ സിയിലോട്ടും സെൻസിങ് പോകുന്നുണ്ട്. കാരണം ഇതെന്താണ് വെച്ചാൽ മീഡിയടെക് ആയതുകൊണ്ട് കേട്ടോ, 2ലോട്ടും പോകാം. ഇതാണ് ലൈൻ. പക്ഷേ ഇവിടെ അത് കാണിക്കുന്നുണ്ടാ? ഇല്ല. ഇപ്പുറത്തെ സൈഡ് ഗ്രൗണ്ട്, ഇവിടെ നിന്നൊരു ലൈന് പോകുന്നുണ്ട്, അതുകൂടെ കാണിക്കുന്നുണ്ടാ? ഇല്ല, ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തത്. ശരിക്കും ആ ലൈന് കട്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ ഇതിൽ ഏത് ലൈന് കട്ടായാലും, ഈ ലൈന് കട്ടായാലും ഈ ലൈന് കട്ടായാലും നേരത്തെ പറഞ്ഞ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ സർക്യൂട്ട് എടുക്കുക. ഇതെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. കണ്ട
ആകെ 2 ലൈനേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒന്നായി, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒന്നായി. ഇതിലൊന്ന് ID ലൈനും മറ്റൊന്ന് തെർമൽ ലൈനും. നേരെ പോവാ സ്റ്റിമാറ്റിക്കിലോട്ട് പോവാം. ഇനി നമുക്ക് സ്റ്റിമാറ്റിക് കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാന്ന് നോക്കാം. ഇങ്ങനെ കൊടുത്തോണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ അല്ല. ഇനി ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് VBAT തെർമൽ ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈന് 2 കണക്ട് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണാം. ഇതും നേരെ പോയിട്ട് ഇപ്പുറത്തല്ലേ കണക്റ്റ് ആണെന്നുണ്ടാ. എത്രാമത്തെ ലൈനാണ് കണക്റ്റ് ആണെന്ന് നോക്കിയാൽ 4ാമത്തെ ലൈനും ആ ലൈൻ ഇതിങ്ങനെ പോയി നോക്കതാ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ജോയിൻ ആയി നേരെ പോയി ഇപ്പുറത്തെ 3ാമത്തെ ലൈനുമായിട്ടാണ് കണക്റ്റഡ് ആണ് അല്ലേ. ബിറ്റ് മാപ്പിൽ നോക്കിയാൽ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലൈന് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്പർ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും 3ഉം 4ഉം വേണ്ട. അതേപോലെ 6ഉം 5ഉം ആണ് കണക്റ്റഡ്. ഇവിടെ വന്ന് നോക്കിയോ സെയിം അല്ലേ നോക്കിയാൽ. 5ാമത്തെ പിന്ന് കണക്റ്റ് ഒന്ന് എടുക്കാൻ പോകുന്നല്ലേ നോക്കിയാൽ. ഇവിടുന്ന് 6ാമത്തെ പിന്നിലോട്ട് കണക്റ്റഡ് ആണ്. ആ പോകുന്ന ട്രാക്കാണ് എഴുതിയിട്ടുള്ളത് ബാറ്ററി ID. ഇപ്പുറത്തെ തെർമൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ ID കൊടുത്തിട്ടുണ്ട്. ആ പോകുന്ന ട്രാക്കിലേക്കുള്ള റെസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ, സീരിയസ് ആയിട്ടാണോ ഈ റെസിസ്റ്റർ നോക്കിയാൽ ഡിവൈഡർ സർക്യൂട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചാർജിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ വന്ന ലൈന് വേറെ ചെയ്ത് നോക്കിയാൽ 2ാമത്തെ ലൈനാണ് VBAT അല്ലേ. ഈ ലൈനാ VBAT വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. VBAT പോകുന്ന ട്രാക്കിൽ VBAT SMB എന്ന് പറഞ്ഞൊരു ലൈൻ കൊടുത്ത് വേറെ ഒന്നുമില്ല. നേരെ ഇപ്പുറത്തെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗ്രൗണ്ട് ലൈൻ കണ്ട. നേരെ വന്ന് 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 വന്നാ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡ് സെൻസർ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിന്റെ 2 ഭാഗത്തുനിന്ന് 2 ലൈന് പോകുന്നതാണെന്നുണ്ടാ. CSNഉം CSPയും. N കൊടുത്തിട്ടുള്ളത് നെഗറ്റീവ് ലൈനും P കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ലൈനുമാണ്. ഇത് കോപ്പി ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് എവിടെ പോകുന്നുള്ളത് അറിയും. ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഇടത്തേക്കാണോ പോകുന്നത്? ആണോ? ഇടത്തേക്കാണോ പോകുന്നത്? അല്ല. കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നോക്കിയാ CSN. ഇവിടെ വന്നിട്ടുള്ളത് എന്താ? PF ഉണ്ട്, SPI എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തതല്ല കേട്ടാ. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ചിലർക്ക് ഡൗട്ട് ഉണ്ട്, അപ്പോൾ അതുണ്ട് എന്ന് വിചാരിക്കും കേട്ടോ. അതല്ല. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഇതാണോ? അല്ല. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഇതാണ് സാധനം. നമ്മളിവിടെ എന്താണോ സെലക്ട് ചെയ്തത് അതന്നെ ഇവിടെ വരണം. ഇതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഒന്നും വരാൻ പാടില്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ IC കണ്ട U4201 എന്ന് പറയുന്ന IC ആണ്. ഇത് ലേഔട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IC കാണാൻ പറ്റും. ഇതിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് ഏത് IC എന്നുള്ളതും കാണാൻ പറ്റും. MediaTek ഏത് IC യാ? പവർ IC യാ. അപ്പൊ പവർ ICന്റെ ഉള്ളിലോട്ട് ഇത് പോകുന്നൊരു സെക്ഷനാണ് ഇത്. ഇവിടെ തന്നെയാണ് ID ലൈനും ഡിറ്റക്ട് ലൈനും എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ പോകുന്ന ട്രാക്ക് ഇവിടെയാ വന്നിട്ടുള്ളത് കണ്ടില്ലേ. ഈ 2 ലൈനും വന്നിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട്. അതേപോലെ തന്നെ ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പോൾ ഈ 3 ലൈനിൽ വരുന്ന കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ പറയുന്നതിൽ വന്നിട്ടുള്ളത്. കംപ്ലൈൻറ്റ് മനസ്സിലായാ? തിയറിക്കലി ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നുള്ളത് ഇവിടെ നമുക്ക് ഒരിക്കലും ഇത് നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല. എന്താ ഇവിടെ ഇത് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ആ ലൈൻ എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ അത് കൊടുത്തിട്ടില്ല. ഇവിടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു പാത്ത് മാത്രമേ പോകുന്നത്. പക്ഷെ ഇപ്പുറത്തെ ലൈന് പോകുന്നത് കാണിക്കുന്നില്ല. പക്ഷെ അടുത്ത് 2 ലൈന് പോകുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന നെഗറ്റീവും ഇവിടുന്ന് പോകുന്നത് പോസിറ്റീവ്. അതിന് ചില മോഡൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ എല്ലാം ഉണ്ടാകുന്നു. ഈ പാത്തിലായിരിക്കും ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ VBAT പോകുന്ന ട്രാക്ക് കാർഡെല്ലാം പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാ VBAT ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾകോം എന്ന് പറയുന്ന മോഡലിൻ്റെ അകത്ത് നേരെ പോകുന്ന ചാർജിങ് ICയിലോട്ടാണ്
മീഡിയടെക് എടുത്തു കഴിഞ്ഞാൽ പവർ ഐ സിയിലോട്ട് പോകുന്നു. ഇതാണ് എ ഡി സി. നെറ്റ്വർക്ക് ഐ സിയിലോട്ട് രണ്ടിലോട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഉണ്ട് ഇവിടെ ഐ സിയിലോട്ട് പോകുന്നുണ്ട്. ഇതാ ഇത് ചാർജിങ് ഐ സി ആണ് കേട്ടോ. അതെല്ലാം ഇവിടെ ഐ സിയിലോട്ട് പോകുന്നുണ്ട്. അത് മീഡിയടെക്കിൽ മാത്രം. കോൾകോമിലോട്ട് പോകുമ്പോൾ എന്തുണ്ടാവില്ല, ഡയറക്റ്റ് ചാർജിങ് ഐ സിയിലോട്ടാണ് വി ബാറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിമാറ്റിക് പഠിക്കാൻ പറയുന്നത്. ഡീപ്പ് ലെവൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിമാറ്റിക് പഠിക്കണം. ഈ രീതി അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്ത് സൊല്യൂഷൻ എന്താ പറയുന്നുള്ളത് വേറെ ചെക്കിങ് മെത്തേഡായിട്ടൊന്നും ഇവിടെ ഒന്നും ഇല്ല ഉണ്ടാ. ആകെ നോക്കേണ്ടത് നേരത്തെ ഈ പോകുന്ന റെസിസ്റ്റർ ബോർഡിൽ ഉണ്ടാവും. കാരണം ആ ബോർഡിൽ ആ റെസിസ്റ്റർ ഇല്ലാണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവത്തൂല. ഈ റെസിസ്റ്റർ ബോർഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവില്ല. കാരണം ഇപ്പുറത്തെ ഗ്രൗണ്ട് ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഡിസ്കണക്ട് ആയി. വി ബാറ്റ് മാത്രം വന്നതുകൊണ്ട് എന്തെങ്കിലും അവിടെ പവർ എടുക്കത്തില്ല. ഗ്രൗണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ പവർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റർ എന്തായാലും ഉണ്ട് എന്നുള്ളത് കൺഫേമാണ്. നമ്മൾ ഇനി നോക്കണ്ട ഈ പോകുന്ന ട്രാക്ക് എടുത്തുന്നുണ്ടാ നോക്കിയാൽ മതി. പവർ ഐ സിയിലോട്ടും ചാർജിങ് ഐ സിയിലോട്ടും എത്തുന്ന നോക്കിയാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് റിമൂവ് ചെയ്യാം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് എന്ത് കോഡ് സെൻസർ റെസിസ്റ്റർ. ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇടല്ലതാ കൂടുതൽ ഈ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞത്. ഇത് വരുമ്പോൾ ചില ആളെന്ത് ഐ ഡി ലൈന്, തെർമൽ ലൈന്, ബാറ്ററി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നോക്കുന്നുള്ളത്. പക്ഷെ ഓൾറെഡി അത് നോക്കിയിട്ടുണ്ട് ഇല്ലേ? നമ്മളത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ഐ സി റിമൂവ് ചെയ്യലാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ സി റിമൂവ് ചെയ്യുക. കാരണം അത് ഇതാണ് പവർ ഐ സി വരുന്നത്. കാരണം പവർ ഐ സിയും ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, ഫ്ലെക്സ് കണ്ട എന്താ സംഭവിച്ചിട്ടുള്ള അവിടെ പ്രിന്റ് ഡാമേജ് ആണ്. ഇതാ ഞാൻ കുറച്ച് സൂമാക്കി കാണിച്ചു തരാം. ഈ പോകുന്ന പാത്ത് ഇവിടെ ഒന്നുമില്ല. എടുത്ത സാധനം മിസ്സിങ് ആണ്, ഇത് മിസ്സിങ് ആണ്, ഇത് മിസ്സിങ് ആണ്. എടുത്ത പ്രിന്റ് പോയിട്ടുണ്ട്. ചിലപ്പോൾ അത് ആ പോകുന്ന ട്രാക്കായിരിക്കാം. മനസ്സിലായാ? വേറെ ഇവിടെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് സി പി യു ഇല്ല, ചെയ്തിട്ട. ഓക്കെ ഓക്കെ. നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ വേറെ ചെക്കിംഗ് ഒന്നുമില്ല. ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഗ്രൗണ്ട് അതിൻ്റെ കാണിക്കത്തുള്ളൂ. ഇതാ നമ്മൾ ആദ്യം വന്നിട്ട് ഇവിടെ ജി ആർ ഒക്കെ നോക്കാം. എത്ര ജി ആർ? 348. വി ബാറ്റിലാണ് കേട്ടോ ചെക്ക് ചെയ്ത. മുന്നൂറ്റി 47 അത് ഓക്കെ. ഇപ്പുറത്തത് ഗ്രൗണ്ട്. നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതാ 1800 മേലെ അത് ഓയിലാണ്. മനസ്സിലായോ? വൺ സൈഡ് വാല്യൂ, വൺ സൈഡ് നോ വാല്യൂ. ഓക്കെ ആണ്. ഇതാ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സാധനമാണ് ഇത്. ഇതാ ഈ കാണുന്നതാണ് നമ്മളെ എന്ത് സാധനം? കോഡ് സെൻസർ റെസിസ്റ്റർ. ഗ്രൗണ്ട് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ എന്താ സംഭവിക്കുക നോക്കിയാൽ ഗ്രൗണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആടും ഗ്രൗണ്ട്. കാരണം അത് ഗ്രൗണ്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ട്രാക്ക് ഗ്രൗണ്ടാണ്. ശരിക്കും ഈ ഒരു റെസിസ്റ്റർ മതിര ഈ സാധനം ശ്രദ്ധിച്ചോ. ഈ റെസിസ്റ്ററിന്റെ ഒരു ഭാഗത്ത് ഗ്രേ കളറല്ല. കാരണം എന്താ നോക്കിയ, ഒരു ഭാഗത്ത് ഗ്രേ കളറ്, ഒരു ഭാഗത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? യെല്ലോ കളർ. യെല്ലോ കളർ ഒരിക്കലും ഗ്രൗണ്ട് അല്ല. ശരിക്കും ഇവിടെ എന്താ വെച്ചാൽ ഈ റെസിസ്റ്റർ വെക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് കയറി വരും. ഈ റെസിസ്റ്റർ ഇടുന്ന റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല? പീപ്പ് ഉണ്ടാവില്ല. കാരണം ഗ്രൗണ്ട് ഉണ്ടാവില്ല. പിന്നെ നെറ്റ് ഓൺ ആവത്തില്ല. കാരണം ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ വി ബാറ്റ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ഈ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് എന്തുണ്ടാവും? ഓയിലായിരിക്കും. ഇപ്പുറത്തെ സൈഡ് ഗ്രൗണ്ട് ആയിരിക്കും. മനസ്സിലായാ? നമ്മളത് എടുക്കാൻ പോകുന്നില്ല. നമ്മൾ നേരെ ഐസി പൊക്കാനാണ് പോകുന്നത് കേട്ടോ. ആദ്യ സ്റ്റെപ്പ് ഐസി റിമൂവ് ചെയ്യാം ഫസ്റ്റ്.
പോസിറ്റീവ് പോകുന്ന ലൈൻ ഇതാ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത്, സോറി, ഇവിടുന്ന് CSN പോകുന്ന ലൈനാണ് കേട്ടോ. നേരെ പോകുന്ന ട്രാക്ക് ഉണ്ടോ ഇവിടെ പോകുന്നതിന്. ഇതിൽ ബോർഡ് അതേപോലെ വെക്കാം. എന്നിട്ട് അതിൽ ഏത് ലൈന് കണ്ടുപിടിച്ച ഏത് ലൈനാ ഇങ്ങനെ എണ്ണ 1 2 3 4 5, 5 1 2 3 4 5 6. ഇവിടെ എങ്ങനെ വരും? 1 2 3 4 5, 1 2 3 4 5 6. ഇത് ഈ ലൈനാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ല ബീപ്പ് മോഡ് ഇടാം, അല്ലെങ്കിൽ ഡയോഡ് മോഡ് ഇടാം കേട്ടോ. ബീപ്പ് മോഡ് എവിടെ വെക്കണ്ടത്? നമ്മൾ ഒരു ലൈൻ എവിടെ വെക്കണ്ടേ? എവിടെ വെക്കണം ഒരു ലൈന്? റെസിസ്റ്ററിലും വെക്കാം, കണക്ടറിലും വെക്കാം. മനസ്സിലായാ? ഒരു ലൈൻ ഞാൻ കണക്ടറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 1 2 3 4 5, 1 2 3 4 5 6. എന്തുണ്ട്? കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ഓക്കെ. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കണോ? ഗ്രൗണ്ട് കണ്ടുപിടിക്കണ്ടേ? ഇതൊരു ലൈനല്ല, ചേട്ടാ. ഗ്രൗണ്ട് അടയാളപ്പെടുത്തിയിട്ടില്ല. ഇതാ ഉണ്ടാ, ഇതിലില്ല. അപ്പോൾ അവിടെ പോകണം, നമ്മൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക്കിലോട്ട് പോകണം. സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് ഇപ്പോൾ കിട്ടിയ ലൈൻ ഇതാ, അല്ല ഇതാണ് കിട്ടിയത്. CN കൊടുത്തിട്ടാണുള്ള. ഇതിട്ട് കോപ്പി ചെയ്യാം. ഇതവിടെ പോകുന്നത് നോക്കാം. ഒന്ന് പോകുന്നത് L9, മറ്റൊന്ന് പോകുന്നുള്ളത് L10 അല്ല, ആ രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ വന്നിട്ട് ആ സംഭവം ചെക്ക് ചെയ്ത് നോക്കാം, സെയിം ആണോ നോക്കിയാൽ. ഇതെത്രയാ? L10 ഓക്കെ അല്ല. മറ്റൊന്ന് എത്രയാ? L9 അല്ല. ഒരു പോസിറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ആ പോയിന്റും ബാറ്ററി കണക്ടറായിട്ട് എന്തുണ്ടാവും നോക്കാം, കണക്ഷൻ ഉണ്ടോ നോക്കാം. 1 2 3 4 5, 1 2 3 4 5 6 7 കേട്ടാ. 7ാമത്തെ പിന്നും ബാറ്ററി. എന്തൊക്കെ? കണക്ഷൻ ഓക്കെ. അപ്പോൾ എന്തായിരിക്കും കംപ്ലൈൻറ്റ്? ഒന്നല്ലെങ്കിൽ IC ഡാമേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ IC ഡ്രൈ ആയിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ വേറെ IC ഉണ്ടെങ്കിൽ IC ഇടാം. IC ഇല്ലാണ്ടെങ്കിൽ അതന്നെ ഒന്ന് എന്ത് ചെയ്യുക, റീബോർഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും വേറെ IC ഇല്ലാത്തതുകൊണ്ട് ഈ IC ഒന്ന് റീബോർഡ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് സെയിം ആണെങ്കിൽ IC ഓർഡർ ചെയ്യാം. ഓക്കെ, ബോർഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി IC ക്ലീൻ ആക്കാം. ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. സെറ്റ് ചെയ്തിട്ട് ഓണാകുന്നുണ്ടോ നോക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ.
ഇതാ നേരത്തെ ഓപ്ഷൻ മാറിയാ കേട്ടാ. ഓക്കെ, മനസ്സിലായാലും അങ്ങനെ ചെയ്യാനുള്ളത്.